അതോ ആരടക്കുന്നവനെ, ദൈവീക വാഗ്ദത്തമുള്ളവനെ, എരിയോ പിടിച്ചടക്കേണ്ടവനെ, ആയിരത്തി തരാമെന്ന് പറയുന്നവന്, ഏഴ് യാദൃശക്തിയുള്ള നിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നവനെ, നിനക്ക് വാഗ്ദത്ത കരാർ തരുമെന്നോ ദൈവം വാഗ്ദത്തം ചെയ്ത് എഴുതേണ്ടത് വേദനിപ്പിക്കുന്ന മുള്ളു വരികയാ, രക്തത്താൽ ജയം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിനത്തിൽ വേദനിപ്പിക്കുന്ന മുള്ളിന്റെ ശക്തി അതിനത്തിന്റെ വളർത്തേക്ക് വരട്ടെ. ആരാധിക്കേണ്ട യാഗം നടത്തേണ്ട മുള്ളുകളെ, ചില ദുരിത വ്യാപാര ശക്തികളെ, ജാതീയ പോരുകളെ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ, രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. അങ്ങനെ തുണ നിൽക്കും. 2 യുദ്ധമുഖങ്ങളാണ്, 2 യുദ്ധമുഖങ്ങൾ. എവിടെന്നറിയാമോ? ഒന്ന് പഴയ നിയമ യുദ്ധ മുഖം, 2 പുതിയ നിയമ യുദ്ധമുഖം. അവൻ ദാവീദ് രാജാവിന്റെ 2 പോരാട്ട മുഖങ്ങളാണ്. അവൻ ദാവീദ് രാജാവ് വീട്ടിലിരിക്കുമ്പോൾ അവൻ കടകടച്ച് അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കും. കർത്താവ് വന്നു കഴിയുമ്പോൾ ഈ കല്ലറകളെല്ലാം കൂടുവളം പോകും. ആമേൻ. പെട്ടെന്ന് കണ്ണിവെക്കുന്നൊരു നേരത്തിനുള്ളിൽ ആമേൻ സ്വന്തം വിശുദ്ധന്മാർ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടും. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിൽ മരിച്ച മൃഗന്മാർ അവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ആയിരിക്കുന്ന നാം തേജസ്കരിക്കപ്പെട്ട വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഉടവല അടകടക ചന്ദനാദിയ കുടികവടകടക ശൈലവനാദിയ കുടിയാട പുരേ രകടക ചന്ദനാ ദിവൻ കൗരവന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുടവല വല 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 വല. കർത്താവ് ഒരുങ്ങുന്നതാണ്. പൊട്ടിപ്പുറത്തിട്ടില്ല. 2 3 യെരൂശലേം ദേവാലയം പണികഴിപ്പിക്കുന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് സുഖിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാര് വന്ന് ചോദിച്ചു, ഗുരു അങ്ങയുടെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്തടയാണ്? ഇത് 2 സംഭവമാണ്. കർത്താവിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം 2 സമയങ്ങൾ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് തങ്ങളിൽ പരസ്പര പൂരകങ്ങളാണ്, പരസ്പര ബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, കർത്താവേ അങ്ങയുടെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്തടയാണ്? യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാമാരികൾ, മഹാവ്യാധികൾ ഇവ വരുമ്പോൾ എന്റെ വരവ് അടുത്തു. മറ്റൊരടയാളം കൂടെ പറഞ്ഞു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിച്ചു. എന്താ അത്തി എന്ന് പറയുന്നത്? യഹൂദന്റെ രാഷ്ട്രത്തെ കാണിക്കുന്നതാണ്, യഹൂദന്റെ രാഷ്ട്രീയത്തെ കാണിക്കുന്നതാണ്. അത്തി തളിർക്കുമ്പോൾ വേദന അടുത്തു. അതായത് അത്തി തളിർക്കുമ്പോൾ എന്റെ വരവ് ആസന്നമാണ്. ഈ അത്തി ഏകദേശം 2700 പരം വർഷങ്ങൾക്ക് മുമ്പ് മൂടില്ല താടി പോലെ ലോകത്താകമാനം ചിതറപ്പെട്ടൊരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത. യഹൂദ ജനത ലോകത്താകമാനം ചിതറപ്പെട്ടു. അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി വിവിധ രാജ്യങ്ങളിൽ അവർ പാർത്തുകൊണ്ടിരുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് പേരെ റഷ്യയിലും ജർമ്മനിയിലും എല്ലാം കൊന്നൊടുക്കി. എന്നിട്ടും അവിടെ വംശം അറ്റുപോയില്ല. ഞാൻ പറയട്ടെ, 1948 മെയ് 14 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി രൂപീകൃതമായി. ഐക്യരാഷ്ട്ര സംഘടന
അംഗീകരിച്ചു. ഒരു രാജ്യമായി ഇസ്രായേലിനെ അംഗീകരിപ്പാൻ കൊണ്ടവിടെയായി തീർന്നു. അതാണ് അത്തി തടുത്തു എന്ന് പറയുന്നത്. 2700 പരം വർഷങ്ങൾക്ക് മുമ്പ് മൂടില്ല താഴി പോലെ ലോകത്ത് ചിതറപ്പെട്ട ഒരു ജനത, അവർക്ക് നഷ്ടപ്പെട്ട ഒരു രാജ്യം, അത് ദൈവം മടക്കി നൽകി. വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇവിടെ പോളിസിൽ കുട്ടി പാസ് 2 സെന്റ് പുരയിടാൻ കൊടുക്കുക, കാശിന് അത്യാവശ്യം വന്നു. പക്ഷേ പിന്നീട് കോടിക്കണക്കിന് രൂപ പോളിസിൽ കുട്ടി പാസിന്റെ കയ്യിൽ വന്നു. ഈ 2 സെന്റ് തിരികെ കിട്ടുമോ? നമ്മൾ ഈ 2 സെന്റ് മിക്കവാറും കിട്ടുന്നില്ല, 99% കിട്ടുന്നില്ല, ചിലപ്പോ കിട്ടിയെന്ന് വരാം. ഇതുപോലെയാണ് ഇത് 1 ഏക്കർ 2 സെന്റോ സ്വന്തമാമൻ ഏക്കർ കണക്കിന് ഭൂമിയൊന്നുമല്ല, ഒരു രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. ആ രാജ്യം മടക്കി ലഭിക്കുമെന്ന് ആ 2 വംശന്മാരെ കൂട്ടിവരുത്തുമെന്ന്, അവർക്ക് അവരുടെ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ അവർക്ക് ആ രാജ്യത്തെ മടക്കി നൽകി. വിട്ടുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും അധികമായി കാണുന്നില്ല. കാരണം അതില്ലാഞ്ഞിട്ടോ ദൈവശക്തി വെളിപ്പെടാനിട്ടോ അല്ല, എല്ലാം ഒരു സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷ മണ്ഡലങ്ങളുള്ളവർക്കറിയാം. ഞാൻ ഇന്നും പറഞ്ഞു, പണ്ടൊക്കെ ഞങ്ങൾക്ക് ഡയറി ഉണ്ടായിരുന്നു. ഡയറി, പ്രോഗ്രാം ഡയറി. ഇന്ന് കരിക്കം, നാളെ രാവിലെ കരിക്കം, ഉച്ചയ്ക്ക് വാളകം, വൈകുന്നേരം കുളത്തൂപ്പുഴ, ഇങ്ങനെ അങ്ങ് ഡയറി ഇങ്ങനെ അങ്ങ് എടുത്തായിരുന്നു. ഇപ്പം പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വന്നു. ഇപ്പൊ ഡയറി ഇല്ല, പ്രോഗ്രാം ഇല്ല, സഭയായി മാറി. നമ്മുടെ ആരാധന മാത്രമേ നിൽക്കാതെ ഉണ്ടായിരുന്നു, മറ്റെല്ലാ ആരാധനകളുണ്ട്. കാരണം നമുക്ക് ആരാധിപ്പാൻ എന്തെങ്കിലും വിഗ്രഹം വേണ്ട, നമുക്ക് ആരാധിപ്പാൻ പൂജാരി വേണ്ട, പുരോഹിതൻ വേണ്ട. നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് ഏത് മരത്തിന്റെ ചുവടായിരുന്നാലും, ഏത് സ്കൂളിന്റെ ചുവയായിരുന്നാലും, ഏത് കടത്തുന്നയായിരുന്നാലും, ഏത് കടമുറയായിരുന്നാലും, ഏത് വീട്ടിന്റെ വരാമയായിരുന്നാലും അവിടെ നമ്മൾ ആരാധിക്കും. 2-3 പേർ കൂടുന്നതിന് നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവൻ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. അങ്ങനെ അതെല്ലാം ആരാധന എല്ലാം നിന്നു. ദേശത്ത് ചില കെട്ടുകൾ പൊട്ടും. നമ്മളെന്നും വന്ന് കെട്ട് പൊട്ടട്ടെ, അത് പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ദേശത്ത് പൊട്ടാനുള്ള കെട്ടുകൾ ഇനിയുണ്ട്. പൊട്ടാനുള്ള കെട്ടുകള് സ്വന്തം അനേകമുണ്ട്. ആ കെട്ടുകളെല്ലാം ദൈവത്തിന്റെ ശക്തിയാൽ പൊട്ടി മാറുക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന ആളാ. എന്റെ സ്വന്തവും ആസന്നമായിരുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെയും എന്റെ ആത്മാവിനെ പകരും. സ്വന്തം ആത്മശക്തിയാൽ ജനം നിറയപ്പെടുവാൻ ഇടയാക്കി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ചലിക്കുവാൻ തുടങ്ങി. അവർക്ക് ചരണം തട്ടി. പൈശാചിക ശക്തികൾക്ക് ഇളക്കം തട്ടി. അവർ അലറി വിളിച്ച്, അവർ വെകടി പിടിച്ച് അലറി നടക്കുകയാണ്. ആത്മാവ് കണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. ഇപ്പം വലിയ ഇളക്കമൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും പണ്ടൊക്കെ ജോണി പാസും അൽഫോസും അവിടെ വന്ന ഉടനെ ഇളവുക. സ്വത്രം. ഞാൻ ആദ്യം കാണുന്നത് ഒരു സഹോദരി, ഈയമുന്നുള്ള സഹോദരി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. ആ നൃത്തം ഭയങ്കരമായ ഭരതനാട്യം ചെയ്തുകൊണ്ടിരിക്കുക. ഭരതനാട്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വ്യാപാരം ഇളകി. എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഭദ്രയാണ്. എന്നെ ഭദ്രയെ വിളിക്കും. ഇങ്ങനെ അന്ധകാര ശക്തികൾ പ്രാർത്ഥനയെങ്കിൽ ആരാധനയുടെ നടുവിൽ, കൃപാവര ശുശ്രൂഷകളുടെ നടുവിൽ